ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവ രജിസ്ട്രേഷൻ അല്പസമയത്തിനകം തുടങ്ങും. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് തലസ്ഥാനത്തെ എത്തിച്ചു. പുത്തരിക്കണ്ണ മൈതാനിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കലോത്സവ കലവറയുടെ പാലുകാച്ചൽ ചടങ്ങും നടന്നു. സമഗ്ര കവറേജുമായി ടീം 24 സജ്ജമാണ്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട്. ഷഹദ് ചേരുന്നത് കലോത്സവ കലവറയിൽ നിന്നാണ്. ഷഹദ്, കലവറയടക്കം, വേദികളടക്കം, ബാക്കി കാര്യങ്ങളടക്കം എല്ലാം നമ്മളടക്കം സെറ്റല്ലേ ഷഹദ്? അശ്മി, ഡബിൾ സെറ്റാണ്, ഒരു സംശയം വേണ്ടത്. എന്റെ കയ്യിൽ നല്ല അടിപൊളി പായസമുണ്ട്. ഇത് എന്ത് ചക്കയും ഗോതമ്പും പായസമാണ് കയ്യിലുള്ളത്. അപ്പം ഇതുപോലെ നല്ല വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി പായസങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ രുചിക്കാം എന്നുള്ളതും ഈ കലോത്സവ വേദിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ഒപ്പം തന്നെ മത്സരാർത്ഥികളൊക്കെ തന്നെ തയ്യാറായിരിക്കുന്നു. വൈകിട്ടോടുകൂടി കൂടുതൽ മത്സരാർത്ഥികളോട് എത്തും. അല്പസമയം മുൻപായിരുന്നു പാലുകാച്ചൽ ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. പാലൊക്കെ കാച്ചി മന്ത്രി വി ശിവൻകുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജി ആർ ആന്റണി ഉണ്ടായിരുന്നു. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരധികം ആളുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കലവറയിലും അവിടെ എല്ലായിടത്തുമായിട്ട് കൂടുതൽ ആളുകളുണ്ട്. പായസം ഇപ്പോഴും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം അക്ഷരാർത്ഥത്തിൽ ഈ മത്സരാർത്ഥികളെ സ്വാഗതം ചെയ്യാനായിട്ട് ഈ തിരുവനന്തപുരം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തോടു കൂടി ഈ മത്സരാർത്ഥികളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും. അപ്പോൾ അതോടൊപ്പം തന്നെ ട്രോഫിയും സ്വർണ്ണ കപ്പും അല്പസമയത്തിനകം ഏകദേശം 12 മണിയോടുകൂടി ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലോത്സവമാണ്. അതെ, കലോത്സവമാണ്. നല്ല അടിപൊളി പായസമൊക്കെ കിട്ടി. എന്തൊക്കെയാണ് ഇനി നമ്മുടെ പരിപാടികൾ? അല്ല, വരുന്ന മുഴുവൻ ആളുകൾക്കും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം മുതൽ അത് ആരംഭിക്കും. കുട്ടികൾ ഇന്ന് വൈകുന്നേരം വരുമെന്ന് വിചാരിക്കുകയാണ് കുറച്ച് പേര്. നാളെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമുണ്ട്. രാവിലെ 7 മണിക്ക് പ്രഭാത ഭക്ഷണം കൊടുത്തുകൊണ്ട് ബാലഗോപാൽ അത് നിർവഹിക്കും, ബഹുമാനപ്പെട്ട ധനമന്ത്രി. പിന്നെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വകയായിട്ടുള്ള ഭക്ഷ്യശേഖരണം ഉണ്ടായിരുന്നു. സാമാന്യം നന്നായിട്ട് എല്ലാവരുടെയും റെസ്പോൺസ് ഉണ്ടായത്. ഇതൊക്കെയാണ് നിർത്തട്ടെ. സംഘാടനവും അത് രാഷ്ട്രീയവും ബാക്കിയൊക്കെ നിർത്തട്ടെ. കലോത്സവമായിട്ടുള്ള ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഈ കലാപരമായിട്ടുള്ള ബന്ധം. എനിക്ക് സംഘാടനത്തിന്റെ ബന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ആസ്വാദകനാണ്. എനിക്ക് ഒരുപക്ഷെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏത് കലാപരിപാടികളിലും, ഞാൻ കലാപരിപാടി എന്ന് തന്നെ പറഞ്ഞോട്ടെ, ഇവിടെ മത്സരമാണല്ലോ നടക്കുന്നത്. കലാരംഗത്തെ മത്സരമാണ് നടക്കുന്നത്. ഏതിനേക്കാൾ മനോഹരമായിരിക്കും നമ്മുടെ കലോത്സവത്തിലെ പരിപാടികൾ എന്ന് പറയുന്നത്. ഓരോന്നും ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കുട്ടികൾ എത്ര കഠിനമായിട്ട് പരിശ്രമിച്ചാണ് വരുന്നതെന്നറിയാമോ? 100% പെർഫെക്ഷനോട് കൂടിയ പാട്ടായിരുന്നാലും നൃത്തമായിരുന്നാലും സമൂഹ നൃത്തമായിരുന്നാലും എന്തായിരുന്നാലും നാടകമായിരുന്നാലും സ്കിഡായിരുന്നാലും ഏതായിരുന്നാലും നമുക്ക് മറ്റെവിടെയും കിട്ടാത്തതായിട്ടുള്ള ഒരു ദൃശ്യശ്രവ്യ അനുഭവമായിരിക്കും കലോത്സവ വേദികളിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത്. സംശയം ഹാഷ്മി, അങ്ങനെയാണ്. കാരണം എന്തായാലും നല്ല അടിപൊളി അനുഭവമാകും ഇനിയുള്ള ദിവസങ്ങളിൽ. മന്ത്രി വി ശിവൻകുട്ടി കൂടിയുണ്ട് ഇവിടെ. ഉദ്ഘാടനം കഴിഞ്ഞ മന്ത്രി വി ശിവൻകുട്ടി ഇതാ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് മിനിസ്റ്ററോട് പ്രതികരണം കൂടി ഒന്ന് ചോദിക്കാം എന്ന് വിചാരിക്കുന്നു. ഒരു നിമിഷം. തുറക്കൂ. മിനിസ്റ്ററെ, നല്ല അടിപൊളി പായസമൊക്കെ കിട്ടി. ഇനിയിപ്പം ഇതുപോലെ മധുരമുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇവിടുത്തെ? എല്ലാ ദിവസവും മധുരമായിരിക്കും. ഇന്നിപ്പോ നല്ല മധുരമുള്ള പായസമായിരുന്നല്ലോ, രുചിയുള്ള പായസമായിരുന്നല്ലോ. എല്ലാ ദിവസവും മധുരവും രുചിയും പായസത്തിന് മാത്രമല്ല എല്ലാ വിഭവങ്ങൾക്കും ഉണ്ടാവും. മത്സരങ്ങളും രുചിയോ എല്ലാ മധുരത്തോടു കൂടി നടക്കണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ കലാമേളയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധങ്ങൾ പറയാൻ പറ്റുമോ? തൊട്ടടുത്തിരിക്കുന്ന ആള് ബാൻഡ് മേളത്തിലൊക്കെ പണ്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്ന് രാവിലെ നമ്മളൊരു സ്റ്റോറിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്നും സംഘാടകനായിരുന്നു. എന്റെ കുടുംബ പശ്ചാത്തലം അങ്ങനെയാണ്. എനിക്കങ്ങനെ ഒരു കലാകുടുംബത്തിലൊന്നും ജനിച്ച ആളല്ല. എന്റെ അച്ഛനും അമ്മയും അങ്ങനെ കലാപരമായിട്ടുള്ള ഒരു വാസന എന്നുള്ളവരല്ല. അവർ ബോധപൂർവം കൊണ്ട് ഏതെങ്കിലും ഒരു കല പഠിക്കുന്നതിന് വേണ്ടി കൊണ്ട് ഏതെങ്കിലും ഒരു വിദ്യാലയത്തിൽ കൊണ്ട് ചേർക്കാനുള്ള അന്ന് അങ്ങനെ കഴിയില്ലായിരുന്നു. 70 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണല്ലോ ഞാൻ പറയുന്നത്. പക്ഷേ ഇതിന്റെ സംഘാടകനായി 10-15 വർഷക്കാലം പ്രവർത്തിച്ചുള്ള പരിചയം എനിക്കുണ്ട്. അതെനിക്ക് ഇഷ്ടമാണ് സംഘടിപ്പിക്കുന്നത്. സ്റ്റേജിലായിരിക്കും സംഘാടനം ഒന്നാം തരം കലയാന്ന് മന്ത്രിയോട് പറയൂ. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഏത് കാണാൻ ഞാൻ എല്ലാം എനിക്കൊരുപോലെയാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് 249 ഇനമാണെന്ന് തോന്നുന്നു. ഫ്ലോറിനെ ഹാഷ്മി പറയുന്നുണ്ട് സംഘടനം ഒരു നല്ലൊരു കലയാണ്. തീർച്ചയായിട്ടും സംഘടന ഒരു നല്ലൊരു കല തന്നെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഷഹദ് റഹ്മാനും ടീമും ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോൾ കലവറയടക്കം ബാക്കി എല്ലാ കാര്യങ്ങളുമാണ്. ട്രിവാൻഡ്രം അടിച്ചു പൊളിക്കും എന്നുള്ളതാണ് ഈ കലോത്സവത്തിൽ നമ്മളടക്കം അവിടെ കാണാം. അപ്പോൾ നമ്മൾ ഇനി വരാൻ പോകുന്നത് കലയുടെ രാപ്പകലുകളാണ് കേട്ടോ.